ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടീച്ചർ അമ്മ ഇല്ലാത്ത സമയത്ത് റൂമിലെത്തുന്ന മഹേഷ് കട്ടിലിൽ ബെഡിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ടീച്ചർ അമ്മയുടെ മോഡേൺ ഡ്രസ്സുകൾ കണ്ടെത്തുന്നുണ്ട്. ലക്ഷ്മിയായി വേഷമിട്ട് നടന്നത് ടീച്ചർ അമ്മയാണെന്ന് മനസ്സിലാക്കിയ മഹേഷ് രാധയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. റൂമിലെത്തുന്ന രാധയ്ക്കും മഹേഷ് ആ ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളതെടുത്തു നോക്കി സംശയത്തോടെ എടാ ഇത് ലക്ഷ്മി കുഞ്ഞിയുടേതല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി കുഞ്ഞ് ആരുടെ വേഷം കിട്ടാണെന്ന് ഇപ്പം മനസ്സിലായില്ലെന്ന് മഹേഷും. കാര്യം പിടികിട്ടിയ രാധയും ഈ അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹേഷ് അമ്മയുടെ പോക്ക് പിടികിട്ടിയെന്ന് പറയുന്നത്. ഈ സൈഡിലെ മതിലിന് പുറത്ത് ഒരു ഏണി സൺഷെയ്ഡിലേക്ക് ചാരി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴാ കണ്ടതെന്ന് മഹേഷ് പറയുമ്പോഴേക്കും അതെടുത്തങ്ങ് മാറ്റി വെച്ചേക്ക്, തിരിച്ചെങ്ങനെ വരുമെന്ന് അറിയാലോ എന്ന് രാധയും. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയുമ്പോഴേക്കും താഴെ നിന്നും രേണുവും ഭാർഗവനും കൂടി മഹേഷിനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. രണ്ടും കൂടി വിളി തുടങ്ങി. ഇനി എൻ്റെ ചെവിതല കേൾപ്പിക്കത്തില്ല എന്ന് മഹേഷ് പറയുമ്പോഴേക്കും പോവാമെന്ന് പറഞ്ഞുകൊണ്ട് രാധയും മഹേഷും കൂടി റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മഹേഷ് സ്റ്റെയർ ഗേസിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും രേണു താഴെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവളെ കാണുന്ന രാധ പെട്ടെന്ന് തന്നെ അവിടെയുള്ള വാതിലിന് മറവിൽ ഒളിച്ചു നിൽപ്പുണ്ട്. എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു മഹേഷിട്ട എന്ന് രേണു പറയുമ്പോഴേക്കും താൻ മുകളിൽ യോഗ ചെയ്യായിരുന്നു എന്ന് മഹേഷും. യോഗയോ എന്ന് രേണു സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും മനസ്സമാധാനത്തിന് യോഗ നല്ലതാണെന്ന് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും മനസ്സമാധാനത്തിന് കയ്യിലിരിപ്പ് നന്നായാലും മതി എന്ന് രേണുവും. അച്ഛൻ കുറെ നേരമായിട്ട് നിങ്ങളെ അന്വേഷിക്കുകയാണെന്ന് രേണു പറയുമ്പോഴേക്കും എന്താ കാര്യമെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അച്ഛനോട് തന്നെ അങ്ങ് നേരിട്ട് ചോദിക്കുന്ന രേണുവും. നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് മഹേഷ് അവളെയും കൊണ്ട് പോകുമ്പോഴേക്കും രാധ പെട്ടെന്ന് തന്നെ ഡോറിൻ്റെ മറവിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. തളത്തിലെ കൈവരിയിലിരിക്കുന്ന രേണുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് മഹേഷ് എത്തുമ്പോഴേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് കൈവരിയിലേക്ക് രാധയും ചെന്നിരിക്കുന്നുണ്ടേ. മാമ എന്നെ തിരക്കിയായിരുന്നു എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും പുതിയ സീരിയൽ തുടങ്ങിയതിൻ്റെ ചെലവ് ചെയ്യണമെന്ന് പിള്ളേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും എനിക്ക് അൽഫാം വേണമെന്ന് കാവ്യയും കുഴിമന്തി വേണമെന്ന് ഋതുവും പറയുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെ ഇതിലോട്ട് പോവോടാന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അപ്പൂപ്പൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും കാവ്യ പറയുമ്പോഴേക്കും വയറു നിറയുന്നതിനനുസരിച്ച് അപ്പൂപ്പൻ്റെ സീരിയൽ എടുക്കാനുള്ള പ്രയാസം കുറയുമെന്ന് ഋതുവും. നീ കൊള്ളാലോടം എടുക്കാന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും എനിക്ക് നല്ല മീൻകൂട്ടാൻ വേണം, അത് കിട്ടുന്ന കടയിൽ പോയാൽ മതിയെന്ന് രേണുവിൻ്റെ അമ്മയും. എല്ലാം കിട്ടുന്നിടത്ത് പോവാമെന്നും നമ്മൾ പുറത്ത് കഴിക്കാൻ പോകുമ്പോൾ ആ ടീച്ചറുടെ പെങ്ങളെ കൂടി വിളിക്കണമെന്നും ഭാർഗവൻ പറയുന്നുണ്ട്. അത് വേണമെന്ന് രേണുവിൻ്റെ അമ്മ പറയുമ്പോഴേക്കും അവർക്ക് നമ്മളൊരു വിരുന്ന് കൊടുക്കണ്ടേ എന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി കുഞ്ഞിയെ താൻ വിളിച്ചോളാമെന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഹോളിവുഡിൽ നിന്നും വന്ന അമ്മമ്മയുടെ അടുത്ത അപ്പൂപ്പൻ്റെ സീരിയൽ തള്ളെന്ന് കാവ്യ പറയുന്നുണ്ട്. അത് കേട്ട് കാവ്യക്കുട്ടിയുടെ അൽഫാം ക്യാൻസൽ ചെയ്തെന്ന് ഭാർഗവൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അപ്പൂപ്പ, അപ്പൂപ്പൻ്റെ സീരിയൽ അടിപൊളിയാണ്, മാസാണ്, കൊലമാസാണ് എന്ന് കാവ്യ പറയുന്നുണ്ട്. അത് കേട്ട് അപ്പൂപ്പനെ പൊക്കിയടിച്ചതാണെന്ന് ഋതുവും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ കാവ്യക്കുട്ടിക്കൊരു സ്പെഷ്യൽ ഉണ്ടെന്ന് ഭാർഗവനും പറയുന്നുണ്ട്. രാധ അപ്പുറത്തെ സൈഡിലിരുന്ന് ടെൻഷനോടെ മഹേഷിനോട് അങ്ങോട്ട് വരാനായി ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഹേഷ് അവരുടെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് രാധയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. മന്തിയും കുന്തിയും എന്നൊക്കെ കേട്ടപ്പോൾ നീ മലർന്നടിച്ചങ്ങ് വീണോ? എടാ എല്ലാത്തിനെയും ഇവിടുന്ന് പാക്ക് ചെയ്യണം. മഹേഷെ നമ്മളേണി മാറ്റിയ സ്ഥിതിക്ക് അമ്മ കുടുങ്ങും, നേരെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വരും. അമ്മ എന്ത് കളിയാ കളിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? ലക്ഷ്മി കുഞ്ഞയായിട്ടുള്ള അമ്മയുടെ വേഷം കേട്ട് നമുക്ക് മനസ്സിലായെന്ന് അമ്മയെ അറിയിക്കണ്ടേ എന്നൊക്കെ രാധ ചോദിക്കുമ്പോഴേക്കും അത് വേണം, എനിക്ക് അമ്മയുടെ അടുത്ത് രണ്ട് വർത്താനം പറയണം, നമ്മളെയെല്ലാം മണ്ടന്മാരാക്കിയുള്ള പരിപാടിയല്ലേ അമ്മ ചെയ്തത് എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കണമെങ്കിൽ ഇതുങ്ങളെല്ലാം ആദ്യം പറഞ്ഞയക്കണം എന്ന് രാധ പറയുമ്പോഴേക്കും താൻ അത് സെറ്റാക്കാമെന്ന് മഹേഷും പറയുന്നുണ്ടേ. പിന്നീട് മേരിക്കുട്ടി ടീച്ചറുടെ വീടാണ് കാണിക്കുന്നത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് മേരിക്കുട്ടി ടീച്ചർ ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും പുറത്ത് ചുമരും ചാരി നിൽക്കുന്ന സരസ്വതിയാണ് കാണുന്നത്. സരസ്വതിയുടെ അതേ വേഷത്തിൽ സരസ്വതിയെ കണ്ട മേരിക്കുട്ടി ടീച്ചർ ആകെ ടെൻഷനോടെ അയ്യോ എടി സരസ്വു, ആരെങ്കിലും കാണുന്നിന്നെ, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അകത്തേക്ക് കയറുന്ന മേരിക്കുട്ടി ടീച്ചർ ഡോറെല്ലാം പെട്ടെന്ന് ലോക്ക് ചെയ്തുകൊണ്ട് എന്താടി ഇത്, നിനക്കൊരു പേടിയുമില്ലേ? അയ്യോ നിന്നെ ആരും കണ്ടില്ലേന്ന് സരസ്വതിനോടായി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സരസ്വതിയുടെ വേഷമണിഞ്ഞ ലക്ഷ്മി ആകെ അമ്പരപ്പോടെ മേരിക്കുട്ടി ടീച്ചറെ നോക്കി നിൽപ്പുണ്ട്. മേരിക്കുട്ടി ടീച്ചർ അപ്പോഴും സരസുവിനെ വഴക്കു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എടി നീ പർദ്ദയിൽ കളിച്ച പോലെയാണോ ഇത്? എൻ്റെ സരസു ഇത് കൈവിട്ട കളിയാ കേട്ടോ. ഷോ ആരെങ്കിലും കണ്ട എന്താവും?
എടി സരസു, നീ അന്ന് കാറിൽ വന്നപ്പോ ലക്ഷ്മിയുടെ വേഷമിട്ടോണ്ട് വന്നില്ലേ? അതായിരുന്നെങ്കിൽ സേഫാ. ആര് ചോദിച്ചാലും ലക്ഷ്മിയാണെന്ന് നമുക്ക് പറയാലോ എന്നൊക്കെ മേരിക്കുട്ടി ടീച്ചർ പറയണേ കേട്ട് ലക്ഷ്മി ആകെ അമ്പരപ്പോടെയും ടെൻഷനോടെയും മേരിക്കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാ. അത് കാണുന്ന മേരിക്കുട്ടി ടീച്ചറും, എടി എന്താടി ഇത്ര വിഷമം? എന്നോട് പറയടി എന്താണെന്ന്. എടി മഹേഷും രാധയും പിന്നെയും പ്രശ്നമുണ്ടാക്കിയോ? അയ്യോ സരസു, വിഷമിക്കാതെ, ഞാനില്ലേ നിന്റെ കൂടെ. എടി വിഷമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചറും ടെൻഷനോടെ സരസുവായി വന്ന ലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്നുണ്ടേ. സരസ്വതി ജീവനോടെയുണ്ടെന്നറിഞ്ഞ ലക്ഷ്മി ആകെ അമ്പരപ്പോടെ ഒരു ഞെട്ടലോടെ നിൽപ്പു തന്നെയാ. എടി വിഷമിക്കാതെ, ഞാനുണ്ട് നിന്റെ കൂടെ സരസു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ ഒരു ഭാവമാറ്റവുമില്ലാതെ ലക്ഷ്മി ഞെട്ടലോടെ തന്നെ നിൽപ്പാ. എന്തോ പന്തികേട് തോന്നിയ മേരിക്കുട്ടി ടീച്ചറും ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും മേരിക്കുട്ടിയുടെ കയ്യിൽ നിന്നും ലക്ഷ്മി അകന്നു മാറി നിൽക്കുന്നുണ്ട്. ആകെ തകർന്നു പോകുന്ന ലക്ഷ്മിയുടെ കണ്ണു നിറയുമ്പോഴേക്കും എന്താ സംഭവിച്ചതെന്നറിയാതെ മേരിക്കുട്ടി ടീച്ചറും അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ട്. സരസ്വതി ജീവനോടെ ഉണ്ടെന്ന സത്യം മനസ്സിലാക്കിയ ലക്ഷ്മിയും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴേക്കും ആ ഞെട്ടിൽ നിന്ന് വിട്ടുമാറി കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. തൻ്റെ പുറംതിരിഞ്ഞു നിന്ന് സങ്കടപ്പെട്ടു നിൽക്കുന്ന സരസുവിനെ മേരിക്കുട്ടി ടീച്ചർ ചെന്ന് സരസു എന്ന് വിളിക്കുമ്പോഴേക്കും ലക്ഷ്മി തിരിഞ്ഞു നിന്ന് ഒന്നും പറയാനാവാതെ കരച്ചിലോടെ മേരി എന്ന് വിളിക്കുന്നുണ്ട്. സരസു എന്ന് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും വിളിക്കുമ്പോഴേക്കും സരസു സരസ്വതി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കരയുന്നുണ്ട്. അത് കേൾക്കുന്ന മേരിക്കുട്ടി ടീച്ചറും ഒരു സംശയത്തോടെ ലക്ഷ്മി എന്ന് വിളിക്കുമ്പോഴേക്കും അതെ എന്ന് സങ്കടത്തോടെ സമ്മതിച്ചുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. തൻ്റെ മുന്നിലുള്ളത് സരസുവല്ല ലക്ഷ്മിയാണെന്ന് മനസ്സിലായ മേരിക്കുട്ടി ടീച്ചറും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോഴേക്കും ലക്ഷ്മിയും തൻ്റെ കരച്ചിലെല്ലാം നിർത്തി കണ്ണീർ തുടച്ചുകൊണ്ട് ലക്ഷ്മിയാണെന്ന് വീണ്ടും സമ്മതിക്കുന്നുണ്ടേ. പിന്നീട് ടീച്ചർ അമ്മയുടെ വീടാണ് കാണിക്കുന്നത്. ടീച്ചർ അമ്മ കുളിയെല്ലാം കഴിഞ്ഞ് തൻ്റെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും കട്ടിലിൽ പൊക്കി വെച്ചിരിക്കുന്ന ബെഡും കട്ടിലിൽ കിടക്കുന്ന തൻ്റെ മോഡേൺ ഡ്രസ്സുകളും കാണുന്നുണ്ട്. ആരാണിത് കണ്ടുപിടിച്ചതെന്ന സംശയത്തോടെ ടീച്ചർ അമ്മയും ടെൻഷനോടെ ആ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞെട്ടലിൽ നിന്നും വിട്ടുമാറിയ ലക്ഷ്മിയും മേരിക്കുട്ടി ടീച്ചറും കൂടി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. അതെ, ഞാൻ ലക്ഷ്മി തന്നെയാ. സരസ്വതി അവൾ എന്നെ ശരിക്കും പറ്റിച്ചു. മേരിക്കറിയാലോ, ഞാൻ അങ്ങനെ അവളെപ്പോലെ ഇമോഷണൽ ഒന്നുമല്ല. എന്നുവെച്ച് ഞാൻ വികാരമൊന്നുമില്ലാത്ത മരമൊന്നുമല്ല. പാതി പോയതുപോലെ ഞാനും വീണുപോയി. നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നിട്ടും അവൾ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. മിടിപ്പായത് മുതൽ ഒട്ടിക്കിടന്ന 2 ജീവനുകളാ. എനിക്കും അവൾക്കുമിടയിൽ പരസ്പരം അറിയാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൾ എന്നെ പറ്റിച്ചു. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിയൽ ഡിസ്റ്റൻസ് പോലെയാ അവളും ഞാനും. അല്ലേ മേരി എന്ന് ടെൻഷനോടെ ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി വിചാരിക്കുന്നത് പോലെ അവൾ ആരെയും പറ്റിച്ചിട്ടില്ല. ബോധപൂർവം അറിയിക്കാത്തതുമല്ലെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. സാഹചര്യങ്ങളാ അവളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഞാനുൾപ്പെടെ അറിഞ്ഞവരെല്ലാം സാഹചര്യവശാൽ അറിഞ്ഞവരാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും സരസു ജീവനോടെയുള്ള കാര്യം ആർക്കൊക്കെ അറിയാമെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ആ 3 മക്കൾക്കും അറിയാം. പിന്നെ കല്യാണിക്കും കനികയ്ക്കും പിന്നെ എനിക്കും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും അത് പോട്ടെ, അവളിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. മാധവത്തി തന്നെയുണ്ടെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും അമ്പരപ്പോടെ ഞാൻ അവിടെ പോയതാണല്ലോ, എന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അവൾ ലക്ഷ്മിയെ കണ്ടു. അവള് മേലെ അടഞ്ഞു കിടക്കുന്നൊരു മുറിയിലുണ്ട് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ആ 3 അറിഞ്ഞിട്ടാണോ അവളെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് ലക്ഷ്മി ദേഷ്യപ്പെടുന്നുണ്ട്. മഹേഷും രാധയുമാ മടങ്ങി വന്ന് അവളെ പൂട്ടിയിട്ടത്. വീണ പിന്നെ അപ്രതീക്ഷിതമായി സരസ്വതിയെ കണ്ടതാ. പിന്നെയും കുറെ പ്രശ്നങ്ങളുണ്ട്. അവളിപ്പോഴും മരിച്ചവരുടെ പട്ടികയിലാ. അതിന്റെ പേരിലുള്ള ആനുകൂല്യങ്ങളെല്ലാം കുടുംബത്തിന് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും പുറത്ത് പറയാനും പറ്റില്ല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞ് അവളുള്ള കാലം മുഴുവൻ ആ മുറിയിൽ കിടക്കാന്നാണോ എന്ന് ലക്ഷ്മിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. സരസ്വതി തന്നെയാ പുറത്തു പറയാൻ സമ്മതിക്കാത്തത് എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ടേ. മേരി, ഞാനിവിടെ ട്രീറ്റ്മെന്റിന് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് എൻ്റെ പേരിൽ ഒരാളിവിടെ കറങ്ങി നടക്കുന്നത്. പക്ഷെ ഒരു തരത്തിലും ആളെ പിടികിട്ടിയില്ല. കുറച്ച് ക്ലൂസൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വീണയോട് ചോദിച്ചായിരുന്നു. അതിനുശേഷം അവളെ ഫോണിൽ കിട്ടിയിട്ടില്ല. നേരിൽ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നതുമില്ല. അപ്പോൾ എനിക്കൊരു ഊഹമുണ്ടായി. പക്ഷേ എനിക്ക് അങ്ങോട്ടൊന്നും ഉറപ്പാക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൾ ഇറക്കിയ നമ്പർ തന്നെ ഞാനും അങ്ങ് ഇറക്കി. അവൾക്ക് ലക്ഷ്മിയാകാമെങ്കിൽ എനിക്ക് സരസ്വതിയും ആവാം. മേരിക്കുട്ടി അറിയാനുള്ള ചാൻസ് ഞാൻ ഊഹിച്ചായിരുന്നു. പക്ഷേ അവളില്ലെന്ന് വിചാരിച്ച് പൊള്ളി ജീവിച്ച ഓരോ ദിവസത്തിനും ആര് കണക്ക് പറയും മേരി? അവക്ക് എന്നോടൊന്ന് പറയായിരുന്നു. മറ്റുള്ളവരെ പോലെയാണോ ഞാൻ? ഞങ്ങൾ നേർപകർപ്പുകളല്ലേ എന്ന് ലക്ഷ്മി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞിലെ ഒരുമിച്ച് അസുഖം വരും, ഒന്നിച്ച് ഭേദമാവും, ഒരുമിച്ച് വിശക്കും, ഒരുമിച്ച് കൊതി വരും.
ഇപ്പൊ മേരിക്കുട്ടിയെ പോലൊരു കൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടായോ അവൾക്ക് എന്ന് ലക്ഷ്മി സങ്കടത്തോടെ പറയുമ്പോഴേക്കും അയ്യോ അങ്ങനെ പറയില്ല ലക്ഷ്മി, നിങ്ങൾക്കിടയിലെ ബോണ്ടിങ് എനിക്ക് പണ്ടേ അറിയാവുന്നതാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും എന്നിട്ടിപ്പോ ആ ബോണ്ടിങ് എവിടെയാ എന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. ബോണ്ടൊക്കെ അങ്ങനെ തന്നെയുണ്ട് ലക്ഷ്മി, പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും എന്തായാലും ഇന്ന് തന്നെ ഞാൻ കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റവളെ എനിക്കാദ്യമൊന്ന് കാണണം എന്ന് എന്തോ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് ലക്ഷ്മിയും പറയുന്നുണ്ട്. പിന്നീട് വീടിൻ്റെ പുറത്തെ വരാന്തയിൽ നിൽക്കുന്ന രാധയുടെ അടുത്തേക്ക് മഹേഷ് ഒരു മൊബൈലുമായി ഓടിയെത്തുന്നുണ്ട്. രാധച്ചി, ഇതാരാ വിളിക്കുന്നെന്ന് നോക്കിയെന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി കുഞ്ഞയാണോന്ന് രാധയും. ഓ കുഞ്ഞൊന്നുമല്ല, അമ്മയാണ് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ആ കോൾ എടുക്കുന്നുണ്ടേ. മഹേഷ് കോൾ എടുക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, മഹേഷേ അവിടുന്ന് ഭാർഗവനെയും രേണുവിനെയൊക്കെ മാറ്റിക്കോ, എനിക്ക് സരസ്വതിയുടെ 3 മക്കളോട് മാത്രമായി സംസാരിക്കാനുണ്ട്, ഞാൻ അങ്ങോട്ട് വരുവാ എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും അമ്മയാണ് വിളിക്കുന്നതെന്ന് കരുതി മഹേഷും ദേഷ്യത്തോടെ അതെ ഞങ്ങൾക്കും നേരിൽ കണ്ടൊന്ന് സംസാരിക്കാനുണ്ട്, വേഗം വാ ഇങ്ങോട്ട് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കോൾ വെക്കുന്ന മഹേഷ് രാധയോടായി പറയുന്നുണ്ട്, അമ്മ ലക്ഷ്മി കുഞ്ഞയുടെ മട്ടിലെ വലിയ പവർ ഇട്ട സംസാരം എന്നോട് സരസ്വതിയുടെ 3 മക്കളെയും ഒരുമിച്ച് കാണണമെന്ന് എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഇനിയും വന്ന് നമ്മളെ പറ്റിക്കാനായിരിക്കുമെന്ന് രാധയും പറയുന്നുണ്ട്. വരട്ടെ വരട്ടെ, പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് സംശയത്തോടെ അതല്ല അമ്മയ്ക്ക് ഇന്റർനാഷണൽ നമ്പറൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അമ്മ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പുള്ളിയൊന്നുമല്ല, അമ്മ എന്തും ചെയ്യും എന്ന് രാധയും പറയുമ്പോഴേക്കും എന്നാലും എന്തിനാവും നമ്മളെ 3 പേരെയും കാണണമെന്ന് പറഞ്ഞെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. മുകളിലെ റൂമിലെ ജനലിലൂടെ ടീച്ചർ അമ്മയും അവരുടെ സംസാരമെല്ലാം നോക്കിക്കൊണ്ട് നിപ്പാണേ. എന്തോ പ്ലാനാണെന്ന് രാധ പറയുമ്പോഴേക്കും ആ പ്ലാനിങ്ങുമായി ഇങ്ങോട്ട് വരട്ടെ, അമ്മയുടെ എല്ലാ കള്ളത്തലങ്ങളും പൊളിച്ചടുക്കും ഞാൻ എന്ന് മഹേഷും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇടാ പെട്ടെന്ന് ഇവിടുന്ന് എല്ലാത്തിനെയും മാറ്റണ്ടേ എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും അതിന് വഴിയുണ്ടെന്ന് മഹേഷും. എന്ത് വഴിയെന്ന് രാധ ചോദിക്കുമ്പോൾ വഴിയുണ്ടെന്ന് പറഞ്ഞ മഹേഷും എന്തോ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് നിൽപ്പുണ്ടേ. പിന്നീട് എന്തോ വാങ്ങിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ കനിയെയും വീണയുമാണ് കാണിക്കുന്നത്. ആ സമയത്താണ് വീണയ്ക്ക് മഹേഷിന്റെ കോൾ വരുന്നത്. അവൾ കോൾ എടുത്തോണ്ട് ഹലോ മഹേഷ് ഏട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മയെ വെച്ച് നീയും കനിയും കൂടി ലക്ഷ്മിക്കുഞ്ഞയുടെ പേരിൽ നടത്തുന്ന എല്ലാ കള്ളങ്ങളും പൊളിയാൻ പോവാടി, നിങ്ങൾക്ക് കാര്യങ്ങൾ നേരിട്ടറിയണമെങ്കിലേ മാധവത്തിലോട് വാടി ഇങ്ങോട്ട്, നിങ്ങളൊക്കെ എന്താ കരുതിയേ ഞങ്ങളെ ഉള്ളുള്ള കാലം അങ്ങ് പറ്റിച്ചോണ്ടിരിക്കാമെന്നോ, അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ഞാനും രാധേച്ചിയുമൊക്കെ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മഹേഷും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. മൊബൈലും പിടിച്ച് ആകെ ടെൻഷനോടെ നിൽക്കുന്ന വീണയെ കണ്ട് എടി എന്താടിന്ന് കനി ചോദിക്കുന്നുണ്ട്. എടി മഹേഷേട്ടനാ, എനിക്കൊരു പിടിയും കിട്ടിയില്ല, ലക്ഷ്മി കുഞ്ഞയുടെ പേരിൽ നമ്മൾ നടത്തുന്ന കളിയൊക്കെ പൊളിയാൻ പോവാണെന്ന് എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇതൊക്കെ ഇവരെങ്ങനെയെന്ന് കനി ചോദിക്കുന്നുണ്ട്. ആർക്കറിയാമെന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും നമ്മൾ പെട്ടോ ശരിക്കും എന്ന് കനി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അടി തോന്നുന്നത് എന്ന് വീണ പറയുമ്പോഴേക്കും നീ ചെറിയമ്മ എന്ന് വിളിച്ചെന്ന് കനി പറയുന്നുണ്ട്. വീണ അപ്പോൾ തന്നെ തന്റെ മൊബൈൽ എടുത്ത് ടീച്ചറമ്മയെ വിളിക്കുന്നുണ്ടേ. ഹലോ അമ്മ, എന്താ അമ്മ അവിടെ സംഭവിച്ചേ എന്ന് വീണ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും താഴെ എന്തൊക്കെയോ ചർച്ചയും കുശുകുശുപ്പോ ഒക്കെ നടക്കുന്നുണ്ടടി, പക്ഷെ എന്താന്നൊരു രൂപവും കിട്ടിയില്ലെന്ന് ടീച്ചറമ്മയും. ഇത് കേട്ട് വേറെന്താ അവിടെ സംഭവിച്ചെന്ന് വീണ ചോദിക്കുന്നുണ്ട്. വേറെ ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു, അടക്കിയെടുത്ത് അവൾ പോയി, പിന്നെ റിജിയും ഉണ്ടായിരുന്നു, പിന്നെ ഭാർഗവനോട് സംസാരിച്ചപ്പോൾ അവരുടെ വീട്ടിൽ പോയിരുന്ന കാര്യം അവൾക്ക് മനസ്സിലായി, പിന്നെ അവള് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്തോ പന്തികേടുണ്ട്, സൂക്ഷിക്കണം, ഞാൻ കല്ലുവിനെ വിളിച്ച് കാര്യങ്ങളൊന്ന് തിരക്കട്ടെ എന്ന് ടെൻഷനോടെ പറഞ്ഞുകൊണ്ട് വീണ കോൾ വയ്ക്കുന്നുണ്ടേ. പിന്നീട് കല്ലുവിന് വീണയുടെ കോൾ വരുന്നുണ്ട്. അവൾ ആരും കാണാതെ മുറ്റത്തേക്ക് മാറി നിന്ന് ആ കോൾ എടുക്കുമ്പോഴേക്കും കല്ലൂസേ അവിടെ എന്താ പ്രശ്നം എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മാമ്മ ഇവിടെ വന്നിരുന്നു, ലക്ഷ്മി അമ്മാമ്മ ഭാർഗവൻ അപ്പൂപ്പനോട് സംസാരിച്ചപ്പോ അവരുടെ വീട്ടിൽ ഒരു ലക്ഷ്മി പോയിട്ടുണ്ടെന്നും രേണുവാന്റിയുടെ പ്രശ്നം അവർ പരിഹരിച്ചു എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മാമ്മയ്ക്ക് ഇറങ്ങാൻ വെച്ചിരുന്ന ലാഡർ മാമൻ കണ്ട് അതെടുത്തു മാറ്റി. ഇപ്പോ ഭാർഗവനെ പോലെ സീരിയൽ വിജയിക്കാൻ മാമൻ എന്തോ നേർച്ചയുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി മലമുകളിലുള്ള ഒരു ക്ഷേത്രത്തിൽ പോവാൻ റെഡിയാവുക, അവിടെ പോയി പ്രാർത്ഥിച്ചു മണി കെട്ടിയാലേ ഏത് കാര്യവും വിജയിക്കുമെന്നാ എന്റെ അടുത്തും പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞിരിക്കുക അമ്മ എന്നൊക്കെ കല്ല് പറയുമ്പോഴേക്കും എന്തോ വലിയ പരിപാടിയാ, അതിനുള്ള പുറപ്പാടാ എന്ന് കനി പറയുമ്പോഴേക്കും കല്ലു നീ റെഡിയായോ എന്ന് രാധ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. റെഡിയാവും അമ്മേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കല്ലു ആ കോൾ കട്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ. ഇതെന്ത് ചെയ്യാൻ പോവുക എന്ന് കനി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ആകെ ടെൻഷനോടെ എനിക്കറിയില്ലടി എന്നും പറഞ്ഞു നിൽക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രാധയും മഹേഷും എല്ലാവരെയും ആ മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കുന്നതും ലക്ഷ്മി പറഞ്ഞതനുസരിച്ച് ശിവരാമൻ ചേട്ടൻ ട്രീറ്റ്മെന്റിനായി വെൽനസ് സെന്ററിലേക്ക് എത്തുന്നതും കാര്യം എന്താണെന്നറിയാൻ കനിയും വീണയും കൂടി മാധവത്തിലേക്ക് എത്തുന്നതുമെല്ലാമാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.